എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള പെരുന്നാളെന്ന് പറഞ്ഞാൽ ശരിക്കും ദാരിദ്ര്യമായിരുന്നു, ശരിക്കും പട്ടിണിയാണ്. ഒരു നല്ല ഭക്ഷണം കഴിക്കുന്നത് ശരിക്ക് പെരുന്നാളുകൾക്കാണ് എന്ന് തന്നെ പറയാം. പെരുന്നാളിന് ഒരു ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് കാര്യമായിട്ട് നടക്കുന്ന സംഗതി. പിന്നെ പാൻറ്റ് അന്ന് ഉണ്ടാവില്ല, അധികം തുണിയുണ്ടാവില്ല. പാൻറ്റ് എടുത്ത് വരുന്ന ആളുകൾ സമൂഹത്തിൽ കൊള്ളരുതാത്തതൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാര്യം പണ്ടുണ്ടായിരുന്നു. പള്ളി പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ വല്യമ്മ അവര് നന്നായിട്ട് എണ്ണയൊക്കെ തേപ്പിച്ചിട്ടുള്ള കുളിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഇപ്പോഴില്ലത് അത് പോയ ഒരു പെരുന്നാൾക്കില്ല. അത് ഇപ്പൊ നമ്മൾ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് കുട്ടികളെ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു രീതി, ഒരു ചടങ്ങ് അത് അറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾ. പെരുന്നാളിന് ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മൾ കശുകൊണ്ടൊക്കെ പൊറുക്കി വെച്ചിട്ട് കാശിത്തൊണ്ട് പൈസ ഇട്ടിട്ട് ഉണ്ടാക്കും. എന്താണെന്നറിയോ, വരുന്ന കൊല്ലത്തെ പെരുന്നാളിന് സിനിമക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഏറ്റവും പ്രശസ്തനായ ബാപ്പു പള്ളി പറമ്പില്ലേ, ഈ ബാപ്പു പള്ളി പറമ്പ് എനിക്ക് കാർഡ് അയക്കും, അടുത്ത പെരുന്നാളിന് നമുക്കൊരു സിനിമ പോകണമെന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിലുള്ള യൂണിഫോം തന്നെ എന്നാ നേരത്തെ എടുത്തോളൂ, എനിക്കത് പെരുന്നാൾക്ക് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ യൂണിഫോം ഇട്ട് പോയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് എൻ്റെ പുതിയ ഡ്രസ്സ് യൂണിഫോം ആയിരുന്നു. ആത്മത്യാഗത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ട് കേരള മുസ്ലിം സമൂഹം ബലിപെരുന്നാളിനെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കാലാനുസൃതമായി നമ്മുടെ ആഘോഷ പരിപാടികളിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം ഉള്ളത് സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ TP ചെറുപ്പ, അതുപോലെ സീനിയർ റിപ്പോർട്ടർ മുക്താർ എന്നിവരാണ് എൻ്റെ കൂടെയുള്ളത്. ഞങ്ങൾ 3 പേരും വ്യത്യസ്ത കാലഘട്ടത്തിൽ ജനിച്ച് വളർന്ന ആളുകളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ പങ്കുവയ്ക്കാനുള്ളത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. ചെറുപ്പ സാറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന എന്താണ്? ഇതിപ്പോൾ ഞാനിപ്പോൾ മൂന്നാമത്തെയോ 4ാമത്തെയോ തലമുറയുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ഒരാളാണ്. മുക്താറായിരിക്കും അതിൻ്റെ മിഡിൽ നിൽക്കുന്ന ഒരാള്, മധ്യഭാഗത്ത് നിൽക്കുന്ന ആൾ. നിങ്ങൾ വളരെ ജൂനിയറാണ്. ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത്, എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുറേ കുടുംബങ്ങളുടെ വിരുന്നാണ്. അമ്മായിൻ്റെ മക്കൾ വരും, അമ്മൻ്റെ മക്കൾ വരും, അമ്മമാർ വരും, അമ്മായിമാർ വരും, താത്താമാർ വരും. ആ ഒരു കൂടിച്ചേരലിൻ്റെ ഓർമ്മയാണ്. ഇന്ന് അത് വളരെ വളരെ കുറഞ്ഞു. നമ്മളിപ്പോൾ ആ കാലത്തുള്ള ഭക്ഷണം, ആ കാലത്തുള്ള പള്ളി പോക്ക്, വസ്ത്രങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് മനസ്സിൽ നിൽക്കുന്നത് നമ്മൾ കാണാത്ത കുറേ ആളുകൾ ഒന്നിച്ച് കാണുന്നു. പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള പെരുന്നാളെന്ന് പറഞ്ഞാൽ ശരിക്കും ദാരിദ്ര്യമായിരുന്നു. ഗൾഫില്ല, നാടൻ പണിയായിട്ട് ജീവിക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാരില്ല, ശരിക്കും പട്ടിണിയാണ്. ഒരു നല്ല ഭക്ഷണം കഴിക്കുന്നത് ശരിക്ക് പെരുന്നാളുകൾക്കാണ് എന്ന് തന്നെ പറയാം, നല്ല ശതമാനം. അപ്പോൾ പലരും ഈ കൂടിച്ചേരുന്നത്, ഒരുമിച്ചിരുന്നത് ഭക്ഷണം കഴിക്കാനും ഒക്കെ കൂടിയാണ്. അപ്പോൾ ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. മറ്റൊന്ന് പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു ഗൃഹാതുര ഓർമ്മകളും കൂടിയാണ്. അത്തരത്തിൽ എന്താ പറയുക, ഇപ്പം നമ്മുടെ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ വല്യുപ്പ, അങ്ങനെ ഓരോ ആളുകൾ അവരായിട്ടുള്ള ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഗൃഹാതുരമായ ഓർമ്മകൾ തന്നെയാണ്. നമ്മളെ മനസ്സിന് പഴയ കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെല്ലാ വേദനകളും ദുഃഖങ്ങളൊക്കെ മറന്നു പോകും. അത്രയും ഹൃദ്യമായിരുന്നു ആ കാലത്തെ ബന്ധങ്ങൾ. ഇപ്പോൾ വീട്ടിൻ്റെ അകത്തെന്ന് വെച്ചാൽ ശാസനകളൊക്കെ വളരെ കൂടിയ കാലമാണ്. ഇപ്പോൾ നമ്മൾ വല്യപ്പ അല്ലെങ്കിൽ വല്യമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായി ശാസിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വളർത്തിയിട്ടുണ്ടാവുക. ഒരുപക്ഷെ നമ്മളിങ്ങനെ ഒരു പഴിച്ചൊന്നും പോവാതെ ഇന്ന് നിലനിൽക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ കാലത്തെ ആ തലമുറയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച്, വേണമെങ്കിൽ ശാസനകൾ വരെ അനുഭവിച്ച ഒരാളാണ്. പിന്നെ ഇപ്പോൾ മുക്താറിൻ്റെയൊക്കെ ജനറേഷനിലേക്ക് വരുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ കാലമാണ്. പഴയതിൽ പിന്നെ ഗൾഫൊക്കെ വന്നു, സാമ്പത്തിക ശേഷി വന്നു, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുണ്ടായി, അധ്യാപകന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായി. ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറേയും കൂടി മെച്ചപ്പെടുന്ന അനുസരിച്ച് നമ്മുടെ സംസ്കാരങ്ങൾക്ക് മൂല്യച്യുതി വന്നിട്ടുണ്ട്. ആ മൂല്യച്യുതി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബ ബന്ധങ്ങൾ, വിരുന്ന് വരവ്, പോക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാ ആളുകളും വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറിയിട്ട് ലക്ഷ്യസ്ഥലത്തേക്ക് പോവുക. അതിൻ്റെ ഇടയിലുള്ള ഒന്നും നമ്മൾ അറിയുന്നില്ല, കാണുന്നില്ല. അന്ന് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് റോഡും വന്ന് ഒരുപാട് വീടുകളുടെ അടുക്കളൻ്റെ പിന്നാലെ കൂടിയൊക്കെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ആ വീടുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ആളുകളുടെ ശബ്ദങ്ങൾ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ഞാൻ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ അങ്ങാടിയിൽ നിന്ന് ബസ് ഇറങ്ങി നിങ്ങൾ വീട്ടിലെത്തുന്നതിനിടയിലുള്ള എല്ലാ വീട്ടിലുള്ള ആളുകളെയും പേരുകൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ അവർക്ക് അറിയും, ഇന്ന ആളുടെ മോനാന്ന് പറയും. അവിടുത്തെ ആളുകളെ ശബ്ദങ്ങൾ വേർതിരിച്ചറിയും. ആ വീട്ടിലെ വിഷമങ്ങൾ എല്ലാം നമുക്കറിയാൻ പറ്റും. ഇന്ന് ആ ബന്ധങ്ങളൊക്കെ പോയി. കുറേയും കൂടി ആ ബന്ധങ്ങൾ നമ്മൾ സ്വരൂപിച്ചെടുക്കുന്നത് ഈ മാതിരിയുള്ള പെരുന്നാളിന്, വലിയ പെരുന്നാളൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം പോകുന്നൊരു വീടുണ്ടാവും. അവനവൻ്റെ വീട്ടിലേക്കല്ല വരിക, നമ്മൾ കാക്കൻ്റെ വീട്ടിലോ അമ്മാവൻ്റെ വീട്ടിലോ ഒക്കെ പോയി അങ്ങനെ കുറേ വീട് ഉണ്ടെന്ന് പറയുന്നേ. എന്നിട്ട് നമ്മൾ അവസാനം വീട്ടിലെത്തും. അപ്പോൾ അവിടെ നമ്മളെ വീട്ടിൽ കുറേ ആളുകൾ വന്നിട്ടുണ്ടാവും. ആ കൂട്ടായ്മകളും ബന്ധങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും നമുക്ക് അഭിവൃദ്ധി വന്നപ്പോൾ, നമുക്കൊരുപാട് ഐശ്വര്യങ്ങൾ വന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് പുതിയ കാലത്തെ ബലിപെരുന്നാളുകൾ അടക്കമുള്ളതിൻ്റെ ഒരു ദുരന്തം തന്നെയാണ്. ഇപ്പോൾ മുക്താർ ഖാൻ്റെ ഒരു കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ അതിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമായിട്ട് എങ്ങനെയായിരിക്കും? സാറ് പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാലത്താണ് ഏറെക്കുറെ നമ്മളുണ്ടാവുന്നത്. ഇപ്പോൾ ഒരു 80-ലെ ഒരു കുട്ടി, 80-ൽ ജനിച്ചൊരു കുട്ടി എന്ന നിലയ്ക്ക്, 80-ൻ്റെ തുടക്കത്തിൽ ജനിച്ചൊരു കുട്ടി എന്ന നിലയ്ക്ക് സാറിൻ്റെ 60-കളിലെ ആ ഒരു കുട്ടി, പിന്നെ 80-കളിലെ കുട്ടി, ഇവൻ 90-കളുടെ അവസാനം ജനിച്ചൊരു കുട്ടി. എനിവേ, പക്ഷേ എൻ്റെ കാലത്ത് കുഴിമന്തിൻ്റെ കാലത്ത് കുഴിമന്തിയുടെ കാലം, ഒരു ആളുകൾ പട്ടിണിയിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മോചിതനാവുന്ന. മാത്രമല്ല ഇപ്പോൾ സാറിൻ്റെ കാലത്ത് ക്യാഷ് ഉള്ളവർ പോലും അവർക്ക് ചിക്കൻ വാങ്ങാനും മട്ടൺ വാങ്ങാനും ക്യാഷ് ഉണ്ടെങ്കിൽ പോലും അവരത് വാങ്ങൂല. ഇന്നിപ്പോൾ ക്യാഷ് തീർന്നു പോകും, അല്ലെങ്കിൽ അതവർക്ക് അറിയില്ല. ഐസ്ക്രീം അന്നുണ്ടെങ്കിൽ പോലും അത് വാങ്ങാൻ അവർക്ക് അറിയില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ശരി, ഞാൻ കടം വാങ്ങിട്ടെങ്കിലും ചിക്കന് പുറമെ പെരുന്നാൾക്ക് ഐസ്ക്രീം ഞാൻ വാങ്ങും. ഇന്നത്തെ തലമുറ അങ്ങനെയാണ്, ഇന്നത്തെ തലമുറ. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ പിന്നെ സാർ പറഞ്ഞതുപോലെ പട്ടിണിയിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മോചിതനാവുന്ന ഒരു കാലമാണ്. ഇപ്പം ചെറുപ്പത്തിൽ ചിക്കൻ, അന്ന് ബ്രോയിലർ ചിക്കൻ ഇല്ല എൻ്റെ ചെറുപ്പത്തിൽ. സാറിൻ്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു, ബ്രോയിലർ ചിക്കൻ ഇല്ല. പക്ഷെ ഇന്നത്തെ തലമുറക്ക് അന്നൊക്കെ നമ്മൾ ഓരോ വീട്ടിലും കോഴി ഉണ്ടാവും, കോഴിനെ വളർത്തും. ആ കോഴിനെ തന്നെ അറുത്തുകൊണ്ടാണ് അന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. പക്ഷെ അത് ഈ അഫ്സൽ തലമുറക്ക് അത് അറിയില്ല. എൻ്റെ തലമുറ പട്ടിണിയെ അറിഞ്ഞിട്ടില്ല. പട്ടിണി അറിയില്ല, അതാണ് ഇവരുടെ തലമുറ. അന്ന് പട്ടിണിയുണ്ട്. പിന്നെ അന്നൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി എന്നുള്ളൊരു, ഇന്നിപ്പോൾ ആ ഒരു പത്തിന് കഞ്ഞി എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സിസ്റ്റം ഇവർക്ക് അറിയില്ല. പത്തിന് കഞ്ഞി അറിയോ? ഇല്ല, പത്തിന് കഞ്ഞി ഇവർക്ക് അറിയില്ല. പത്തിന് കഞ്ഞി, കാരണം അന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നേരത്തെ കഴിക്കും. അത് നമുക്ക് പെരുന്നാളിലേക്ക് വരാം. അപ്പോൾ അന്ന് എൻ്റെ നാട്ടിൽ ഏറെക്കുറെ തേങ്ങാച്ചോറ് എന്നുള്ളൊരു ചോറാണ് ഉണ്ടാവുന്നത് പൊതുവെ. പിന്നെ തേങ്ങാച്ചോറും ബീഫും. ചിക്കനൊന്നും ഇല്ലല്ലോ, പറഞ്ഞു ബ്രോയിലർ. ഇനി പക്ഷേ ചില വീടുകളിൽ ചിക്കൻ ഉണ്ടെങ്കിൽ, ചിക്കൻ അവരുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അത് പൊരിക്കൂല. അന്ന് ചിക്കൻ ഫ്രൈ ഇല്ല, ഇല്ലെന്നല്ല, അതിനെക്കുറിച്ച് അറിയില്ല ആളുകൾക്ക്. അന്ന് ചിക്കനെ സ്വന്തം വീട്ടിലെ ചിക്കൻ അറുത്താൽ തന്നെ അത് കറി വെക്കും, അല്ലേ സാറേ? നീട്ടിയിട്ടൊരു കറി വെക്കും. കോഴി പൊരിച്ചില്ല. ഇനിയിപ്പോൾ മാത്രമല്ല, ഇനി നമ്മുടെ നാട്ടിലൊന്നും ബ്രോയിലർ ചിക്കൻ ഇല്ല. ടൗണുകളിൽ പോയാൽ ബ്രോയിലർ ചിക്കൻ വാങ്ങും. എന്നാലും ശരി, അത് തന്നെ ക്യാഷുള്ള ആളുകൾക്കും അങ്ങനെ ഒരു ചിക്കൻ വാങ്ങിയിട്ട് പൊരിക്കണം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലെന്ന് ആളുകൾക്ക് അറിയില്ല. പിന്നെ ഞാനൊരു 10-15 വയസ്സിലെ സമയത്താണ് ഇങ്ങനെ നെയ്ച്ചോറൊക്കെ ഇങ്ങനെ വ്യാപകമാണ്. നെയ്ച്ചോറ് ഉണ്ടെങ്കിലും ശരി, അങ്ങനെ നെയ്ച്ചോറിന് ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്നറിയാം. എന്നാലും പിന്നെ അതെല്ലാ വീട്ടിലും നെയ്ച്ചോറായി, പിന്നെ ബിരിയാണിയായി. ഇപ്പോൾ ഓരോ വീട്ടിലും ഒന്നിലധികം ഫുഡാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് ഇപ്പോഴില്ല, ബിരിയാണി ഏറെക്കുറെ ഔട്ട്ഡേറ്റഡ് ആയ പോലെയാണ് പെരുന്നാളിൻ്റെ അന്ന്. ഇപ്പോൾ ബിരിയാണി ഫേമസ് ആണ് ശരി, പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി ഔട്ട്ഡേറ്റഡ് ആയ പോലെയാണ്. പിന്നെ ഫ്രൈഡ് റൈസും മന്തി. മാത്രമല്ല ഇപ്പോൾ ഓർഡർ ചെയ്യല്ലേ. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഓർഡർ ചെയ്തിക്കാണ്, ഇപ്പോഴേക്ക് തന്നെ ഓർഡർ ചെയ്തു, അവരുണ്ടാക്കുന്നില്ല. പിന്നെ സാറിൻ്റെയൊക്കെ കാലത്ത് ഈ ഡ്രസ്സുകളൊക്കെ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്? നമ്മളെ കാലത്തൊക്കെ ഒരു ഷർട്ട് ഇട്ടാൽ ആയി, അല്ലെങ്കിൽ മേടിച്ചു, അങ്ങനെയൊക്കെയാണ്. മാത്രമല്ല നമ്മൾ കുട്ടിക്കാലത്ത് ഒരു തവണയല്ലേ ഡ്രസ്സ് എടുക്കുകയുള്ളൂ, ഒരു വർഷത്തിൽ ഒരു തവണ. അത് കല്യാണം വളരെ അടുത്ത വീട്ടിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ ഒരു വർഷം എടുക്കും. അതിനപ്പുറം ഒരു പെരുന്നാൾ സ്പെഷ്യൽ ഡ്രസ്സ് കുറവാണ്. ഒരു പക്ഷേ കല്യാണത്തിന് എടുത്താൽ ഒരു പക്ഷേ നമ്മൾ പെരുന്നാൾക്ക് എടുക്കില്ല. ഇനി പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്താൽ നമ്മൾ കല്യാണത്തിന് എടുക്കില്ല, അങ്ങനെയാണ്. വളരെ കുറവാണ് ഡ്രസ്സ് എടുക്കൽ. പെരുന്നാളിന് ഒരു ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് കാര്യമായിട്ട് നടക്കുന്ന സംഗതി. 1-2 ഷർട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അത് വൈകുന്നേരം വന്നിട്ട് അലക്കിയിട്ടിട്ട് രാവിലെ ഇസ്തിരി ഒന്നുമില്ല, ഇട്ടച്ച് പോവല. ഇന്ന് ലാവിഷായിട്ട് ആളുകൾ ഡ്രസ്സ് നിൽക്കുന്നു. പിന്നെ പാൻറ്റ് അന്ന് ഉണ്ടാവില്ല, അധികം തുണിയുണ്ടാവും. പാൻറ്റ് എടുത്ത് വരുന്ന ആളുകൾ സമൂഹത്തിൽ കൊള്ളരുതാത്തതിനൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാര്യം പണ്ടുണ്ടായിരുന്നു.
ഇന്നിപ്പോൾ അതൊക്കെ സർവ്വസാധാരണമായി. അത് അന്ന് പാൻ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് പാൻ്റ് എടുത്ത് തുടങ്ങി. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സാധാരണ ഈ പെരുന്നാൾ അന്ന് വരുന്ന ദിവസങ്ങളിൽ ഈ കാലത്ത് അതെ ഒരു 2002 ആ ഒരു 2003 കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ പള്ളി പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ വല്യമ്മ അവർ നന്നായിട്ട് എണ്ണയൊക്കെ തേപ്പിച്ചിട്ടുള്ള ഒരു കുളിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് തന്നെ. ഇപ്പോഴില്ലത് അത് പോയ ഒരു പെരുന്നാൾക്ക് ഇല്ല. അത് ഇപ്പൊ നമ്മള് പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് കുട്ടികളെ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു രീതി, ഒരു ചടങ്ങ് അത് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എണ്ണ തേക്കല് അറപ്പ ഓടി ഒളിച്ച് എണ്ണ എടുക്കുമ്പോഴത്തേക്ക്. ഇപ്പോഴത്തെ ജനറേഷൻ തലയിൽ പോലും വെളിച്ചെണ്ണ അടുപ്പിക്കുന്നില്ലല്ലോ, ആരും തേക്കുന്നില്ല. അത് നമ്മളിപ്പോൾ ഈ ഇപ്പോഴത്തെ പുതിയ ജനറേഷനെ നമ്മൾ കുറ്റപ്പെടുത്തൽ ഒരു അർത്ഥമില്ല. അങ്ങനെ ലോകം മാറുന്നതിന് കൂടെ നമ്മൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കുറ്റമായ സംഗതികളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു സങ്കടം ഇപ്പോഴും കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മകൾ കുറഞ്ഞു പോകുന്നത്. അതൊരു വലിയ കൗൺസിലിംഗ് ആണ് ശരിക്കും. വലിയ കൗൺസിലിംഗ് ആണ്. ഇന്നത് നടക്കുന്നില്ല. നമ്മളോരോ വ്യക്തി സമൂഹം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതെയായിപ്പോയി. എനിക്കെൻ്റെ ഇഷ്ടം എൻ്റെ വാപ്പയ്ക്കോ അല്ലെങ്കിൽ ഉമ്മക്കോ കുടുംബത്തിനൊന്നും ഞാൻ വഴങ്ങുന്നില്ല, എനിക്ക് അവർ വഴങ്ങുകയാണ്. പണ്ട് കാലത്ത് രക്ഷിതാക്കൾ നമുക്ക് ഫീൽ ചെയ്തിരുന്നു, അപ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. അതിന് വേറെ കാര്യമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാപ്പ അധ്വാനിച്ചിട്ട് മക്കളെ പോറ്റും. ഇന്ന് മക്കളുടെ കയ്യിലാണ് പൈസ ഉള്ളത്. ഇപ്പോൾ ഇവർ പറഞ്ഞാൽ മറ്റുള്ള കേൾക്കേണ്ടി വരും. അവിടെയൊക്കെ കുടുംബത്തിൻ്റെ തകർച്ചയുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ് നമ്മൾ ധാരാളം അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്, മതപരമായ അറിവുകൾ. ഇപ്പോൾ നമ്മൾ പള്ളിയിലാച്ചാൽ അവിടെ മതപ്രഭാഷണം, പുറത്ത് കാറിൽ കയറിയ അവിടെ മതപ്രഭാഷണം ഉണ്ടാവുമല്ലോ, കാസറ്റ് ഇട്ടിട്ട് കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് പുതിയ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ വഴി കേൾക്കുക. എവിടെ ചെന്നാലും പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ കേൾക്കുന്ന പ്രഭാഷണങ്ങൾക്കനുസരിച്ച് നമ്മളെ കമ്മ്യൂണിറ്റി ധാർമ്മികമായിട്ട് മാറുന്നില്ല. പണ്ട് കാലത്ത് നേരെ മറിച്ചായിരുന്നു. ഒരു കൊല്ലത്തിലൊരു വാത് കേട്ടാൽ മതി, അതിൻ്റെ ഫീലിംഗ്, അതിൻ്റെ അത് നമ്മളെ മനസ്സിൽ നിൽക്കുകയായിരുന്നു. അതൊക്കെ നമ്മൾ ശരിക്ക് ഗവേഷണം ചെയ്യേണ്ട വിഷയങ്ങളാണ്. എവിടെയാണ് നമുക്ക് ഈ വ്യതിചലനങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ളത്, ഈ ഉപദേശങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഫലിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഉപരിതലത്തിലുള്ള കുറേ കാര്യങ്ങൾ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നെ അന്ന് ഈ ആഘോഷങ്ങളുണ്ടായിരുന്നത് ഈ പെരുന്നാളിൻ്റെ ദിവസവും സിനിമ കാണാൻ വേണ്ടി നീക്കുകയായിരുന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് സിനിമ ഹറാമാണ്. അതൊക്കെ എല്ലാവരും കാണുന്നു, ഭയങ്കര തെറ്റായ സംഗതിയാണ്. പക്ഷേ നമ്മൾ പെരുന്നാളിന് ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മൾ കാശുകൊണ്ടൊക്കെ പെറുക്കി വെച്ചിട്ട് കാശുകൊണ്ട് പൈസ ഇട്ടിട്ട് ഉണ്ടാക്കും. എന്താണെന്നറിയോ, വരുന്ന കൊല്ലത്തെ പെരുന്നാളിന് സിനിമക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അങ്ങനെ കണ്ട ഒരു സിനിമ ഏത് ഓർമ്മ ഉണ്ടോ? ഞാനും പോയിട്ടുണ്ട്. അന്ന് ഈ തിയേറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ ബെഞ്ചും കസേരയൊന്നും ഉണ്ടാവില്ല, മണലൊക്കെ കുത്തിരിക്കല. അതൊരു കൗതുകത്തിന് വേണ്ടി. അതിനൊന്നും നമുക്ക് അറിയില്ല, നമ്മൾ പോകും, അത്രയേ ഉള്ളൂ. ഏറ്റവും വലിയ തമാശ വെച്ചാൽ ഏറ്റവും പ്രശസ്തനായ ബാപ്പു പള്ളിപ്പറമ്പില്ലേ, ഈ ബാപ്പു പള്ളിപ്പറമ്പ് എനിക്ക് കാർഡ് അയക്കും, അടുത്ത പെരുന്നാളിന് നമുക്കൊരു സിനിമ പോകണമെന്ന് പറഞ്ഞിട്ട്. മറ്റേ എനിക്ക് ഓർമ്മ ഉണ്ട്. ഐ മീൻ ഒരു 15, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 15 പൈസ 25 പൈസ ഉള്ള കാർഡ് അല്ലേ? അന്നത്തെ ചെറിയ പൈസ ഇല്ല, ഒരു കാർഡ് അയക്ക്, വേറെ കമ്മ്യൂണിക്കേഷൻ ഇല്ല സാർ. ഇവന് കാർഡ് എന്താ അറിയണമെന്നില്ല, ആ ഒരു മഞ്ഞ കളറിലുള്ള ഒരു കാർഡ് അല്ലേ, ഷർട്ടിന്റെ കളറിലുള്ള കാർഡ്, തപാൽ കാർഡിൽ കത്തയക്കുകയാണ്, ഇന്ന ദിവസം നമുക്ക് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ അന്ന് ഈ മാപ്പിള പാട്ട് കച്ചേരികൾ, കഥാപ്രസംഗങ്ങൾ, നല്ല കഥാപ്രസംഗമുണ്ടോ, ഇസ്ലാമിക കഥകൾ അവതരിപ്പിക്കുന്ന അന്നത്തെ ഈ പണ്ഡിതന്മാരുണ്ടാവും, ഗാനമേളകളുണ്ടാവും. ചുരുക്കത്തിൽ നല്ല ഒരു വൃത്തിയുള്ള ആഘോഷങ്ങളാക്കിയിട്ട് സിനിമയെ മാറ്റിയാൽ ആഘോഷങ്ങളാക്കി മാറ്റിയിരുന്നു ആ കാലം. ഇന്ന് അങ്ങനെയുള്ള വൈകാരികതകളുടെ നിയന്ത്രണമൊന്നും പെരുന്നാളുകൾ സ്വാധീനിക്കുന്നില്ല. ആഘോഷം കൂടി. സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കുടുംബ ഒരു മിംഗ്ലിങ് കുറഞ്ഞു. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പെരുന്നാളിന് നമ്മളൊരു 4-5 കിലോമീറ്റർ വരെ നടന്നു പോയിട്ട്, കാരണം നമ്മളെ കൂട്ടുകാരുടെ വീട്ടിൽ പോവുക, സ്കൂളത്തെ കുട്ടികളെ വീട്ടിൽ പോവുക, അടുത്ത വീട്ടിലൊക്കെ നടന്നു പോകും. ഇന്ന് പിന്നെ ബൈക്കിലാണ് നമ്മളൊരു ജസ്റ്റ് ഒരു 100 മീറ്റർ പോലെ നമ്മൾ ബൈക്കിൽ പോകും. അന്ന് ഒരു 4-5 കിലോമീറ്റർ വരെ നമ്മൾ നടന്നിട്ട് ടീമായിട്ട് നടക്കും, ഓരോ വീട്ടിലും കയറും,
അതെ, അങ്ങനെ അതൊരു വളരെ രസമുള്ളൊരു വല്ലാത്തൊരു നമ്മുടെ ഈ സ്നേഹബന്ധങ്ങൾ ഭയങ്കരമായിട്ട് ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയായിട്ട് ഈ നമ്മുടെ ആഘോഷ ദിവസങ്ങൾ ആ കാലത്ത് നമ്മൾ മാറ്റിയിരുന്നു. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നിങ്ങളൊക്കെ ഒരു കാലത്ത് ഞങ്ങൾ ദുഃഖങ്ങളായിട്ട് കാണുന്നത്. കുടുംബസമ്പർക്കം കുറഞ്ഞു, വളരെ കുറഞ്ഞു. അത് നമ്മൾ പുനഃസ്ഥാപിക്കണം. ഈ നോമ്പ് കാലങ്ങളിൽ നോമ്പ് തുറകളൊക്കെ അന്ന് പുറത്തായി, ഇഫ്താറുകളൊക്കെ ഹോട്ടലുകളിലായി. ആ ഇഫ്താറുകൾ വീടുകളിൽ വെച്ച് നടത്തണം. കല്യാണങ്ങൾ നമ്മൾ പിന്നെ എന്താ പുറത്ത് അല്ലേ ഈ ഓഡിറ്റോറിയങ്ങളിലേക്ക് മാറ്റി. സത്യത്തിൽ ഓഡിറ്റോറിയത്തിൽ കുറേ ആളുകളെ വിളിച്ച് ചോറ് കൊടുക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. ഒരു ആത്മബന്ധം സ്ഥാപിക്കപ്പെടുന്നില്ല. മറ്റേ വീട്ടിൽ വലിയ പന്തലക്കെട്ട് ആകുമ്പോൾ ആളുകൾ വരുന്നു, അവിടെ പഴയ ബന്ധങ്ങൾ പുതുക്കുന്നു, കാണുന്നു. കല്യാണങ്ങളുടെ തലേന്നൊക്കെ ഒരു പ്രത്യേക ആഘോഷ പരിപാടി വൈബായിരുന്നു. പക്ഷെ വേറെ ദുരന്തമുണ്ട്. വീട്ടിലിപ്പോൾ കല്യാണം കഴിക്കാൻ 3 ദിവസം അത് അനാചാരമാണ്. 3 ദിവസവും നമ്മൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പൊളിഞ്ഞു പോവുകയാണ്. കടം വാങ്ങി കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ആചാരങ്ങളിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കുക എന്നുള്ളത് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ട്. അത് പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളത് സത്യത്തിൽ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ചെയ്യാവുന്ന സംഗതിയാണ്. അതെങ്ങനെയെന്നുള്ള നമുക്ക് പറയാൻ കഴിയില്ല. അതിലൊരു ആലോചനയും ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായാൽ വളരെ പോസിറ്റീവ് ആയിട്ട് മുസ്ലിം സമുദായത്തിന് ഇത് മാറ്റാൻ സാധിക്കും. നേരത്തെ ചെറുപ്പ് സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ ഈ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലർക്കും ഈ നാട്ടിൽ വന്ന് പെരുന്നാൾ കൂടാൻ കഴിയാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടാവും. അപ്പോൾ അത്തരം കാലഘട്ടങ്ങളിലൊക്കെ പലതരത്തിലുള്ള പാട്ടുകൾ ഇറങ്ങിയിരുന്നു. ഈ ബാപ്പുവള്ളി പറമ്പിൻ്റെതാണെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് കവികളായിട്ടുള്ള ഒരുപാട് പേരുടെ ഈ പ്രവാസികളുടെ ദുഃഖം വിവരിച്ചുകൊണ്ടുള്ള ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് കണ്ണൂർ ഷെരീഫൊക്കെ പാടിയിട്ടുള്ള അത്തരത്തിലുള്ള പാട്ടുകളാണ്. അത്തരത്തിലുള്ള പാട്ടുകൾ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റും? അല്ല, പാട്ടുകൾ പ്രത്യേകമായിട്ടൊന്നും ഓർമ്മയില്ല. ഗാനമേളകൾ നടക്കും. നിറം ലാബീകം, വിളയിൽ ഫസീല, അങ്ങനെ തുടങ്ങിയ എല്ലാ പഴയ ആളുകളുടെയൊക്കെ പാട്ട് കച്ചേരികളുണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പം പോവാറുണ്ട്. നല്ല പ്രത്യേകമായ പാട്ടുകൾ ഓർമ്മയില്ല. പാട്ട് എഴുതുന്ന ബാപ്പു പള്ളിയാറും എൻ്റെ വലിയ സുഹൃത്താണ്. ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ. മറ്റൊന്ന് സാറേ, ഇപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഞാനൊരു കാലത്ത് എൻ്റെ ചെറുപ്പത്തിലൊരു കാലത്ത് ഒരു മെയ്യിലോ ജൂണിലൊക്കെ വന്ന ഒരു വലിയൊരുനാളോ ചെറിയനാളോ എനിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ ക്യാഷ് ഒരു പക്ഷേ ഉപ്പാനത്ത് ക്യാഷ് ഉണ്ടാവുന്നില്ല. അന്ന് ഞാൻ സ്കൂളിലുള്ള യൂണിഫോം തന്നെ എന്നാൽ നേരത്തെ എടുത്തോളൂ, എനിക്കത് പെരുന്നാൾക്ക് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ യൂണിഫോം ഇട്ട് പോയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് എൻ്റെ പുതിയ ഡ്രസ്സ് യൂണിഫോമായിരുന്നു. പക്ഷെ അതന്നൊരു തെറ്റല്ല, എനിക്കതൊരു മോശമായിട്ടോ കോംപ്ലക്സോ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ധരിക്കുന്നത് പുതിയ ഡ്രസ്സാണെന്നുള്ള ഒരു മൈൻഡ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു കോംപ്ലക്സോ അതൊരു യൂണിഫോം എന്നുള്ളൊരു കോംപ്ലക്സ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു നീലയും ഒരു വെള്ള കളറും തോന്നണേ അങ്ങനത്തെ ഒരു പാനും ഷർട്ട് ഇട്ട് പോയത് ഇന്നത്തെ അല്ല, അതിനുള്ള സാധ്യതകൾ വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അത്രയും സുലഭമാണ് പല കാര്യങ്ങളും. സുലഭമാണ്, അതാണ് അതിൻ്റെ ഒരു അതായിട്ട് തോന്നിയിട്ടുള്ളത്. അന്നെന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നമ്മളെ പഴയ ഡ്രസ്സ്, ഐ മീൻ ഷർട്ടുകൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്നത്, ഇന്ന് വീട്ടിലിടാനായിട്ടൊരു ഡ്രസ്സ്, അതുപോലെ തന്നെ കിടക്കുന്ന സമയത്തൊരു ഡ്രസ്സ്, അങ്ങനെയൊക്കെ അല്ലേ. മുമ്പ് കാലത്ത് അങ്ങനെയില്ല. നമ്മൾ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ യൂണിഫോമൊക്കെ ഇങ്ങനെ സ്കൂളിൽ നിർബന്ധമായിട്ട് വരുന്നേ ഉള്ളൂ. എല്ലാ സ്കൂളൊന്നും യൂണിഫോം ഇല്ല. കാരണം സാധാരണ ഡ്രസ്സ് തന്നെ, നോർമൽ ഡ്രസ്സ് തന്നെ ഇടാൻ ആളുകൾക്ക് ക്യാഷ് ഇല്ല, അത് മേടിക്കാൻ പോലും ആളുകൾക്ക് ക്യാഷ് ഇല്ല. പിന്നെ അതിനപ്പുറമല്ല യൂണിഫോം. ഇപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ മൈലാഞ്ചി ഇടുന്ന ചടങ്ങും അതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ അത് ഒരുപാട് കുറഞ്ഞു തോന്നുന്നു. ഇപ്പോൾ ഒരു നമ്മളെ തലമുറയിൽ അത്ര അധികം അങ്ങനെ പറയാൻ കഴിയും. കാരണം ഇന്നത്തെ മൈലാഞ്ചി പറഞ്ഞാൽ കെമിക്കലുള്ള മൈലാഞ്ചിയാണ് കുറേ കമ്പനി നടക്കുന്നത്. പക്ഷെ നമ്മളന്ന് മൈലാഞ്ചി ചെടിയിൽ നിന്ന് എടുത്തിട്ട് അത് അരച്ചിട്ടുണ്ടാക്കുന്നു അല്ലേ. സാറിൻ്റെ ഒക്കെ നമ്മൾ ചക്കയുടെ വളഞ്ഞൊക്കെ ഉപയോഗിച്ചിട്ട് കയ്യിലിട്ടിട്ട് പൊള്ളുന്നു. അതൊക്കെ നമ്മൾ ആ ചൂട് നമ്മൾ സഹിക്കുന്നു. അതൊക്കെ ഒരു 8-10 വയസ്സ് വരെ ഞാനും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ആൺകുട്ടികൾ മൈലാഞ്ചി ഇടില്ല കേട്ടോ. തലേന്ന് തന്നെ തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിരുന്ന് വരവിൻ്റെയൊക്കെ ആഘോഷം. ഈ പറഞ്ഞോണം അന്ന് ഈ കെമിക്കൽ ചേർത്ത മൈലാഞ്ചി ഒന്നും അല്ല. മൈലാഞ്ചി മിക്കവാറും നമ്മളെ വേലിക്കൊള്ളുകളുണ്ടാവും, അവിടുന്ന് പറിച്ചുകൊണ്ടിരും. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ ഈ വിളഞ്ഞ് ഉപയോഗിക്കുമായിരുന്നു. ചക്കയുടെ വിളഞ്ഞൊരു ശർക്കര കൂട്ടും സംശയമുണ്ട്. അത് ഉരുക്കിയത് കയ്യിൽ ഡിസൈൻ ഉണ്ടാക്കും.
ഡിസൈൻ ഉണ്ടാക്കി മൈലാഞ്ചി ഒന്ന് ചെങ്ക് പരം ഡിസൈൻ ഒരു കുത്തിടും ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വരട്ടോ. അപ്പോൾ പിന്നെ ഈ വിളഞ്ഞ് ഉള്ള സ്ഥലത്ത് മൈലാഞ്ചി പിടിക്കില്ല. മൈലാഞ്ചി കഴുകി കഴിഞ്ഞാൽ നല്ല ഡിസൈനായിട്ടുണ്ടാവും. അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും കുടുംബത്തിലൊക്കെ അന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ ആളടുത്തേക്ക് മറ്റുള്ള അമ്മായിൻ്റെ മക്കളൊക്കെ വിരുന്ന് വന്നിട്ട് ഇത് കുത്തിക്കും. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ കയ്യിൻ്റെ ഉള്ളിൽ മൈലാഞ്ചി ഇപ്പോൾ പോയിട്ട് കയ്യിൻ്റെ പുറത്തായിരുന്നു ഇപ്പോൾ കൂടുതൽ മൈലാഞ്ചി ഇടുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ഇപ്പം പേടിയാവും ചിലത് കണ്ടാൽ അല്ലേ, ഭീകരമായ ഒരു രീതിയിലുള്ള മൈലാഞ്ചിയൊക്കെ ചിലപ്പോൾ ഒരു കയ്യൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ബേജാറുള്ളൂ. മനുഷ്യനും കൂടി കണ്ടാൽ ഇത് മനുഷ്യൻ്റെ കയ്യാതെ മനസ്സിലാവുള്ളൂ. അത് പല ഡിസൈനിൽ ചെയ്യുന്നതാണ്. പക്ഷെ അതായത് സൗകര്യങ്ങൾ കുറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അത് ഏറ്റവും നല്ല കാലം അതായിരുന്നു. മറ്റൊന്ന് ഇപ്പം നമ്മൾ അത് കഴിഞ്ഞ് ഇപ്പോൾ പള്ളിയിലോട്ട് പോകുന്നു, നിസ്കരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, വരുന്നു, ആളുകളെ കാണുന്നു, അവരെ ഹസ്തദാനം ചെയ്യുന്നു, ആലിംഗനം ചെയ്യുന്നു, ഈ രീതിയിലുള്ള അത് വ്യത്യസ്തമായി കൊണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടന്നുണ്ടായിരുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ചൊന്നുമില്ല. നമ്മൾ പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, പോരുന്നു. ഇന്നത്തെ പോലെയുള്ള ഒരു പള്ളി നിറയലൊന്നും അന്ന് ആൾ കുറവായിട്ടൊന്നും അറിയില്ല. ഇന്നിപ്പോൾ പള്ളികൾ ധാരാളം. പിന്നെ വേറൊന്ന്, നല്ല ശതമാനം ആളുകൾ പള്ളിയിലൊന്നും പോകില്ലായിരുന്നു. ഇതൊരു ഇന്നതല്ല. ഇന്ന് ആത്മീയത. ഇന്ന് ഒരാൾ വെള്ളിയാഴ്ച ഒരു മുസ്ലിമിനെ പുറത്ത് കാണൂല, എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ടാവും. അന്ന് എത്രയോ ആളുകൾ പുറത്തുണ്ടാവും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞ കേട്ടോ. ഇതിനൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കൂലായിരുന്നു. ഒരു വിഭാഗം ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കും. ഇപ്പം അതല്ല. ഇപ്പം മതപരമായ ഈ അവബോധം ഭയങ്കരമായി വർദ്ധിച്ചു. നിങ്ങൾക്ക് എത്ര പള്ളികൾ വന്നു, എല്ലാ പള്ളിയിലും പുറത്തല്ലേ നിസ്കാരം. നമ്മൾ പത്രങ്ങൾ അന്ന് കൊടുക്കുന്ന ഒരു ഫോട്ടോ, എന്താ പള്ളീൻ്റെ പുറത്ത് റോഡിൽ നിസ്കരിക്കുന്ന ഫോട്ടോ, അത്രമാത്രം ആളുകൾ വന്നു. അന്നൊക്കെ പള്ളി കുറേ ദൂരെയായിരിക്കും അല്ലേ? വളരെ ദൂരെയാണ്. ഇന്നിപ്പോൾ അടുത്തടുത്ത് ഇന്നിപ്പോൾ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു ടൗണിൽ തന്നെ എത്ര പള്ളികളാണ്? അങ്ങനെയല്ലല്ലോ, വളരെ പള്ളി കുറവായിരുന്നു. 4-5 കിലോമീറ്റർ എൻ്റെ ഉപ്പ പറഞ്ഞൊക്കെ കേൾക്കുന്നത് 4-5 കിലോമീറ്റർ നടന്നു പോകും. ഈ ഓല കൊണ്ട് മേഞ്ഞ രീതിയിലുള്ള പള്ളികളൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അല്ല, ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവ്. ഓർമ്മയില്ല, പക്ഷേ ഓടിട്ട പള്ളിയിലെ ഇപ്പം എൻ്റെ നാട്ടില് ഈ ഓല മേഞ്ഞ ഒരു പള്ളിയായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചത്. അത് ഈ സ്രാമ്പികളൊക്കെ ആവും, ഒരു സ്രാമ്പില്ല ഈ അങ്ങനത്തെ ഒക്കെ ആവും ഒരു അല്ലേ, ഈ എടത്താവട നിസ്കാര കേന്ദ്രം അങ്ങനെ കണ്ടു. ഈ സ്രാമ്പി എന്ന് പറയുന്നത് പാടത്ത് വെക്കത്ത് അതൊക്കെ ആയിരിക്കും. ഈ പണിക്കാരൊക്കെ കൂടുതൽ സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി ആരെങ്കിലും ദാനമായിട്ട് ചെയ്യുന്ന ഒരു സംഗതി സ്രാമ്പി എന്ന് പറയുന്നത്. യെസ്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഈ ആളുകൾക്ക് ഈമാൻ കൂടി എന്ന് പറഞ്ഞല്ലോ സാറ്. അങ്ങനെയല്ല, നേരത്തെ എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, നിസ്കാരം കഴിഞ്ഞ ഉടനെ ഈ കുത്തുബ കഴിഞ്ഞ ഉടനെ, കാരണം പെരുന്നാളുടെ അന്ന് നിസ്കാരത്തിന് ശേഷമാണല്ലോ കുത്തുബ. അപ്പോൾ കുത്തുബ കഴിഞ്ഞ ഉടനെ ആളുകൾ വേഗം സിനിമക്ക് ഓടുന്നു. അന്ന് ബസ്സിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. ഇന്ന് ബസ് ആൾക്ക് വണ്ടി, അത് ആളുകൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇന്നിപ്പോൾ ആ സിസ്റ്റം മാറട്ടോ. പെരുന്നാളിൻ്റെ അന്ന് പള്ളിയിൽ അല്ല തിയേറ്ററിൽ പോകുന്ന സംഭവമില്ല. അതില്ല. സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. സിനിമക്കാർക്ക് തീരെ കളക്ഷൻ ഇല്ലാത്ത ദിവസം പെരുന്നാളായിരിക്കും, പ്രത്യേകിച്ച് മുസ്ലിം ഏരിയയിലുള്ള തിയേറ്ററുകളിൽ. അതെ അതെ. പക്ഷെ എന്നും സിനിമയുടെ പരസ്യം പെരുന്നാൾ പ്രമാണിച്ച് എന്നൊക്കെയാണ് അല്ലേ? അതെ, പെരുന്നാൾ സിനിമയും റംസാൻ സിനിമ എന്നൊക്കെ പറയും. റംസാൻ സിനിമ എന്ന് പറയും. തീരെ സിനിമക്ക് പോകാൻ പാടില്ലാത്ത കാലം റംസാൻ. ആ സമയത്തും സിനിമക്കാർക്ക് ഈ സിനിമാ പരസ്യങ്ങൾ റംസാൻ സിനിമയാണ്. അതൊന്നും മാറിയിട്ടില്ല. ചില സംഗതികൾ സാമ്പ്രദായിക രീതികളിൽ നിന്നും മാറാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ പറഞ്ഞൊക്കെ. മറ്റൊന്ന് നമ്മൾ ഭക്ഷണ രീതികളെ കുറിച്ചിട്ടാണ്. ഇപ്പം ഇന്ന് നമുക്ക് സുലഭമായ രീതിയിൽ കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും മുക്താർ നേരത്തെ പറഞ്ഞൊക്കെ ആ ഒരു മാറ്റത്തിൻ്റെ കാര്യം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാവുക എന്താ വെച്ചാൽ, രാവിലെ ഇന്നും നമ്മളൊക്കെ വീട്ടിൽ രാവിലെ പോത്തിറച്ചി വരട്ടിയതും പിന്നെ പിട്ടും ഉണ്ടാവും. പഴയ കാലത്തും അതുണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. അത് ചില ഏരിയ ഇപ്പോഴുണ്ട് അങ്ങനെ. പെരുന്നാളിൻ്റെ അന്ന് അങ്ങനെ അതൊരു അലിഖിത നിയമമാണ്. പെരുന്നാളിൻ്റെ അന്ന് പുട്ടും ബീഫും. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ അരീക്കോട് ഭാഗത്ത് ഇനി വേറെ എവിടെ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, അവിടെ അങ്ങനെയാണ്. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ അതായിരിക്കണം. അത് ചെറു പെരുന്നാളാവട്ടെ വലിയ പെരുന്നാളാവട്ടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിന് വേറെ ഒരു കാര്യമുണ്ട്. ഈ പെരുന്നാളിൻ്റെ ഇറച്ചി മിക്കവാറും തലേന്ന് വാങ്ങും. ഈ ഇറച്ചിൻ്റെ അങ്ങനെ ആയിരിക്കും അത് ഉണ്ടായത്. അപ്പോൾ അത് സാധനം ഉണ്ടാവുമല്ലോ അവിടെ. പിന്നെ പുട്ടും ചുട്ട് പപ്പടം ഉണ്ടാവും അതിൻ്റെ കൂടെ. പെട്ടെന്ന് പള്ളിയിൽ പോവാം ഭക്ഷണം കഴിച്ചിട്ട്.
പിന്നെ ഒന്ന് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളിപ്പോഴും ചെറുപ്പം തന്നെ 2003 2004 ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ളതാണ്. സാറിന് ഇതിൽ നമ്മൾ തെക്കുബീർ ചൊല്ലിക്കൊണ്ട് രാത്രി കാലങ്ങളിൽ പെരുന്നാളിന് പിറ്റേ ദിവസം തെക്കുബീർ ചൊല്ലി ഒക്കെയാണ് നമ്മൾ അതിനെ ആഘോഷിക്കുക. പിന്നെ അത് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് പിന്നെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന രീതിയിലേക്ക് മാറി. നമ്മൾ 7 ദിവസം തുടർച്ചയായിട്ട് ഇപ്പം നമ്മൾ വെല്ലിപ്പൊക്കെ ഉണ്ടല്ലോ തക്ബീർ നിലനിർത്തുമായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാ, അന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ തക്ബീറില്ല, പിന്നെ പടക്ക. അല്ല, ആ ഒരു രീതിയിലോട്ട് നമ്മൾ മാറിയെന്നറിയാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഘോഷത്തിനൊരു കുറവില്ല. പക്ഷെ അതിൽ ആത്മീയത വളരെ ചോർന്നു. പഴയ കാലത്ത് ആത്മീയത ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും നിസ്കരിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ എത്രമാത്രം ആഴത്തിലേക്ക് ആത്മീയമായിട്ട് നമ്മൾ ഒഴുകുന്നുണ്ട് എന്നുള്ളത് അതൊരു കൾച്ചറൽ സെലിബ്രേഷൻ സെലിബ്രേഷനായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തുള്ള മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ വീടുകളിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ തിരിച്ചങ്ങനെയാണ്, വിഷു ഓണമൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ അതുപോലെ ക്ഷണിക്കും ഒക്കെ. അത് മാത്രമല്ല, ഇപ്പം നമ്മളത് അങ്ങനെ ക്ഷണിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവും ആകുമ്പോൾ അത് വേറൊരു രീതിയിൽ ഇന്നത്തെ കാലത്ത് അതിനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വലിയ മതസൗഹാർദ്ദം അത് നമ്മുടെ ആ ഒരു രീതിയിലോട്ട് അത് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഷോ കാണിക്കുന്ന രീതിയിലോട്ട്. അതായത് അന്ന് മതസൗഹാർദ്ദം എന്ന് നമ്മൾ പ്രചരിപ്പിക്കാതെ തന്നെ അത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മളതിന് പുതിയൊരു മുഖം കൊടുക്കുകയാണ്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് അത് ഇല്ലാത്തൊരു സംഗതി ഉള്ളതുപോലെ ഉണ്ടാക്കുക. പണ്ടുണ്ടായിരുന്നു ശരിക്കും. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പെരുന്നാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങിക്കൊടുത്തും തന്നെയാണ് ആചരിച്ചത്. ഇന്നും അത് നടക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു കാപട്യത്തിൻ്റെ മുഖമുണ്ട്, പണ്ടതില്ലായിരുന്നു. വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഈ ചില റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ 2-3 പേര് വന്ന് നിൽക്കുന്നു, ഒരാൾ നിസ്കരിക്കുന്നു, ആ രീതിയിലുള്ള ട്രോളിൻ്റെ രൂപത്തിലേക്ക് മാറി. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാർ കേരള സ്റ്റോറിയൊക്കെ എടുത്ത് സിനിമ എടുത്ത് കേരളത്തിനെതിരെ കുറേ പ്രചാരണം നടത്തുമ്പോൾ അതല്ല ഇങ്ങനെയാണ് യഥാർത്ഥ കേരളം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടി ഉണ്ട്. അങ്ങനെ ഏത് സോഷ്യൽ മീറ്റുകൾ നടക്കുന്നുണ്ട് പരിസരങ്ങളിലോട്ടോ, അത് സാംസ്കാരിക മുഖമുള്ള ആളുകൾ ശരിക്ക് അതൊക്കെ നല്ല കാര്യങ്ങളാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജനിച്ച് വളർന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 പേർക്കും പങ്കുവെക്കാനുണ്ടായിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളുമായിരുന്നു. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് പഴയ കാലാനുസൃതമായി നമ്മുടെ ആഘോഷ പരിപാടികളിലും മറ്റും സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആ കാലഘട്ടത്തിലുള്ള ഒരു വസ്ത്രധാരണ രീതി, പെരുന്നാളിനോടനുബന്ധിച്ച് ഉള്ള വസ്ത്രധാരണ രീതിയും അതുപോലെ വസ്ത്രം വാങ്ങുന്നതും നമ്മുടെ ഭക്ഷണ രീതിയും എന്നിങ്ങനെ തുടങ്ങി നമ്മുടെ ഓരോ ഗൃഹാതുര ഓർമ്മകളെക്കുറിച്ചും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും സുപ്രഭാതത്തിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസിക്കുകയാണ്. വീണ്ടും കാണാം. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ.